നമസ്കാരം. ഞാനിന്നൊരു പുതിയ ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതുവരെ ആരും പറഞ്ഞു തരാത്ത ഐഡിയകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കൂടുതലും പറഞ്ഞു തരാറുള്ളത്. അതുകൊണ്ട് സയൻസൊക്കെ ഒരുപാട് വളർന്നു, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഇതുവരെ അവർ കണ്ടുപിടിക്കാൻ മുന്നോട്ട് ഇറങ്ങിയിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അതായത് മനുഷ്യൻ്റെ ആത്മാവുണ്ടെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അതുകൊണ്ടല്ലേ എല്ലാവരും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്, മനുഷ്യർ മരിച്ചു കഴിയുമ്പം ആത്മാവിന് ശാന്തി കിട്ടാനായിട്ട്. ഈ മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാനായിട്ട് ഇതുവരെ ആരും തുനിഞ്ഞിട്ടില്ല. ഒരു സയൻസ് ഇത്രയും നാളായിട്ട്, ഇത്രയും വർഷങ്ങൾ, കോടിക്കണക്കിന് വർഷങ്ങളായെന്നാണ് പറയുന്നത് ഭൂമിയിൽ മനുഷ്യരുണ്ടായിട്ടൊക്കെ. മൃഗങ്ങൾക്കൊന്നും ആത്മാവില്ലെന്നും പറയുന്നുണ്ട്. മനുഷ്യർക്കാണെന്നല്ലേ ആത്മാവുള്ളത്. അപ്പം ഈ മരിക്കുന്നവരുടെ ആത്മാക്കൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ദിവസം എന്തുമാത്രം ആൾക്കാരാണ് മരിക്കുന്നത്. ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുന്നു, റോഡിൽ കിടന്ന് മരിക്കുന്നു, വഴി കിടന്ന് മരിക്കുന്നു, വീട്ടിൽ കിടന്ന് മരിക്കുന്നു. പല രീതിയിൽ ആൾക്കാർ മരിക്കുന്നുണ്ട്. പല രീതിയിലൂടെ മനുഷ്യർ മരിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം ജീവൻ വിട്ടു പോകുമല്ലോ. ജീവൻ എന്ന് പറയുന്ന സാധനത്തിനല്ലേ നമ്മൾ ഈ ആത്മാവെന്ന് വിളിക്കുന്നത്. അപ്പോൾ അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. സയൻറ്റിസ്റ്റുകൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. തലയ്ക്കകത്ത് കൂടുതൽ ബുദ്ധിയുള്ളവരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. അവർക്ക് ഈ ഐഡിയ ഒക്കെ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. എനിക്ക് ബുദ്ധിയും വിവരമൊന്നുമില്ല, ഞാനും വന്ന ബുദ്ധി. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്ന കേട്ടോ. എന്താ ചെയ്യണമെന്ന് പറയാം. ഇപ്പം ഹോസ്പിറ്റലുകാർക്കാണ് ഇത് ഐഡിയ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒരു പരീക്ഷണം, ശാസ്ത്രം പല രീതിയിൽ പരീക്ഷണം നടത്തിയിട്ടാണ് ഇന്നത്തെ കാലത്ത് പലതും കണ്ടുപിടിക്കുന്നത്, അല്ലേ? ഒറ്റയടിക്കൊന്നും കണ്ടുപിടിക്കുന്നില്ല. ഒരു മരുന്ന് പോലും കണ്ടുപിടിക്കണമെങ്കിൽ എന്തുമാത്രം പരീക്ഷണം നടത്തിയിട്ടാണ്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ സക്സസ് ആകും കേട്ടോ. പിന്നെ സക്സസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പേരെടുക്കാം. ഞാനാ പറഞ്ഞു തന്നതെന്നൊന്നും പറയണ്ട കേട്ടോ. ആരായത് ചെയ്യുന്നത് അവരതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ മതി. എനിക്കങ്ങനെ പേരെടുക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെന്താ ചെയ്യണമെന്നറിയോ? മരിക്കാൻ ഒരാൾ കിടക്കുന്ന ഉടനെ ഈ നമ്മൾ ബർത്ത്ഡേക്കൊക്കെ വീട്ടിലൊക്കെ തൂക്കിയിടുന്ന ബലൂൺ ഉണ്ടല്ലോ, ഇത്രയും വലിപ്പത്തിൽ ഇങ്ങനെ ഹൂന്ന് വീർപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ അവിടെയൊക്കെ കൊണ്ട് ഒട്ടിച്ച് വെക്കുമല്ലോ, വലിയ ബലൂൺ, ചെറുതല്ല കേട്ടോ. അതുപോലത്തെ ബലൂൺ ഒരെണ്ണം വാങ്ങിക്കും, വെച്ചേക്കണം. ഹോസ്പിറ്റലുകാരോടാണ് പറയുന്നത്. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റോറിൽ കുറച്ച് ബലൂൺ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പം ഒരു രോഗി മരിക്കേണ്ട സമയമാകുമ്പോൾ അവർക്കറിയാം മരിക്കാറായെന്ന്. ചിലർക്കറിയാം. നമ്മൾ അടുത്തിരിക്കുമ്പോഴായിരിക്കും ചിലർ നമ്മളെ വിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സമയമാകുമ്പോഴത്തേക്കൊരു ബലൂൺ കൊണ്ടുകൊണ്ട് ഇവരുടെ ഈ മൂക്കിലും വായിലൂടെ, കണ്ണിലൂടെ ചിലരുടെ ജീവൻ പോകും, അതെനിക്കറിയില്ല. മൂക്കിലും വായിലും സാധാരണ ജീവൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഒന്നീ വായിക്കകത്തൂടെ ആയിരിക്കും ഈ ജീവൻ വിട്ടു പോകുന്നത്. ഹൃദയത്തിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ജീവൻ വന്ന് വായിക്കകത്ത് വന്നിട്ട് അവിടുന്ന് വിട്ടു പോകാൻ തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്ര ഇടം ഇങ്ങനെ കവർ ചെയ്തൊരു ബലൂൺ ഇങ്ങനെ പിടിപ്പിക്കുക. അപ്പോൾ ഇവർ ജീവൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഞെട്ടലുണ്ടല്ലോ. ആരായാലും മരിക്കുന്ന സമയത്ത് ജീവൻ പോകുമ്പോൾ ഒന്ന് വെട്ടും, ബോഡിയിൽ നിന്ന് വെട്ടിയിട്ടാണ് പിന്നെ തളർന്ന് താഴോട്ട് വീഴുന്നത്. അപ്പോൾ ആ ജീവൻ വിടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഈ ബലൂൺ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ജീവൻ അങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ എന്നറിയാം, ബലൂൺ അങ്ങ് കെട്ടണം, കൂട്ടിക്കെട്ടണം, നൂലിട്ടോ എന്തെങ്കിലും. അതല്ല ബലൂൺ തന്നെ കെട്ടാനും പറ്റുമല്ലോ, അല്ലെങ്കിൽ നൂലിട്ട് കെട്ടണം. എന്നിട്ട് അത് വെളിയിലോട്ട് കൊണ്ടുവന്നിട്ട് പതുക്കെ ഒന്ന് വിടണം. അപ്പോൾ ഈ ബലൂണിനകത്ത് ആത്മാവുണ്ടെങ്കിൽ ഈ ബലൂൺ സഹിതം ഇങ്ങനെ പറന്ന് പോകും അന്തരീക്ഷത്തിലൂടെ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ബലൂൺ എങ്ങും പോകുന്നില്ല, അവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ജീവൻ മനുഷ്യൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ കുറച്ച് ദിവസം ഉണ്ടെന്നുള്ളത്. ചില വിശ്വാസം അനുസരിച്ച് 7 ദിവസം ജീവൻ അടുത്തുണ്ടെന്നാണ്. ശരീരം വിട്ടുപോയാലും അവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമെന്ന് പറയുന്നത്, ആ അന്തരീക്ഷത്തിലൂടെ. അപ്പോൾ ഈ ബലൂൺ ആ അന്തരീക്ഷത്തിലൂടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിനെ നിങ്ങൾ ഉപദ്രവിക്കുകയോ പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കുകയൊന്നും ചെയ്യരുത്. അതിനെ ഫ്രീ ആയിട്ട് വിടണം. അപ്പോൾ അതെങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം. ഈ 7 ദിവസം അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ 7 ദിവസം അവിടെ ഉണ്ട്. നമ്മൾ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് പറന്നു പോകുന്നതെങ്കിൽ നമുക്ക് ആ ഒരു വിശ്വാസത്തെ നമുക്ക് അതിജീവിക്കാം. പിന്നെ അത് ഇത് ജീവൻ വിട്ട സമയത്ത് തന്നെ ബലൂൺ അങ്ങ് പൂന്നങ്ങ് പോകാതിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ പുറകെ ടെസ്റ്റ് എന്തോന്നയക്കണം, ക്യാമറ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ. ഈ റോക്കറ്റൊക്കെ ചന്ദ്രനിലേക്ക് വിടുന്നില്ലേ, ചന്ദ്രനിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാനായിട്ട്, മണ്ണുണ്ടോ, മനുഷ്യനുണ്ടോ, ജീവനുണ്ടോ എന്നൊക്കെ അറിയാം. എന്ന് പറഞ്ഞതുപോലെ ഈ ബലൂണിൻ്റെ പുറകെ ഒരു ചെറിയ ക്യാമറ റോക്കറ്റ് വിടണം, ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ. അപ്പോൾ ഇത് എവിടെ ചെന്ന് നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? എങ്ങനെയുണ്ട്? നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ ബുദ്ധിയുള്ള സയൻറ്റിസ്റ്റുകളോ കഴിവുള്ള ഡോക്ടർമാരോ ഒക്കെ ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ചിലപ്പം സക്സസ് ആകും. പലതവണ ചെയ്യേണ്ടി വരും. ഒറ്റ തവണ കൊണ്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പലതവണ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ പോകുന്നിടത്ത്. ഇനി ആ ബലൂൺ പൊട്ടിപ്പോവുകയാണെങ്കിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കാം. നമ്മൾ
ആ ബലൂണ് വായ നിറച്ച് വെളിയിലോട്ട് ഇടുമ്പോൾ അത് പൂന്ന് ചിലപ്പോൾ പൊട്ടിപ്പോവുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പൊട്ടിപ്പോയില്ല, ബലൂൺ പറന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ പുറകെ പോയാൽ മതി നമുക്ക് ഈ ആത്മാക്കളുടെ ലോകം കണ്ടുപിടിക്കുക, ഈശ്വരൻ എവിടെ ഇരിക്കുന്നതെന്ന്. ഈശ്വരൻ്റെ അടുത്തേക്കാണ് ജീവൻ പോകുന്നതെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരം വിട്ടു കഴിഞ്ഞാൽ ജീവൻ ദൈവത്തെങ്കിലേക്ക് മടങ്ങുമെന്നാണ്. അപ്പം ദൈവം ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ കേട്ടോ. ബൈ ബൈ, ടേക്ക് കെയർ.